കഴിഞ്ഞ ദിവസം ഉഷ ജോസഫ് കുട്ടിയുടെ വയറ്റിൽ നിന്നും ശസ്ത്രക്രിയ ചെയ്ത് പുറത്തെടുത്ത കത്രിക ഒടിഞ്ഞ നിലയിലാണ് കാണപ്പെട്ടത്. 2 ഭാഗങ്ങളായാണ് കത്രിക കണ്ടെത്തിയത്. ഉഷയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്ത കത്രികയുടെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. കത്രികയുടെ അഗ്രഭാഗം ഒടിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആർട്ടറി ഫോർസെപ്സ് എന്ന ഉപകരണമാണ് പുറത്തെടുത്തത്. കത്രിക കോടതിയിൽ ഹാജരാക്കും. ഉഷയുടെ വയറ്റിൽ നിന്ന് കത്രിക പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ കൊച്ചി അമൃത ആശുപത്രിയിലാണ് പൂർത്തിയായത്. സംഭവത്തിൽ കേസെടുത്തതിനാൽ 2 സർക്കാർ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാരാണ് ശസ്ത്രക്രിയയുടെ സമയത്ത് ഉണ്ടായിരുന്നത്. വയറ്റിൽ നിന്ന് പുറത്തെടുത്ത കത്രിക നിലവിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ തൊണ്ടി മുതലാണ്. അതിനാൽ തന്നെ ഇത് ഇന്നു തന്നെ കേസ് അന്വേഷിക്കുന്ന അമ്പലപ്പുഴ ഡിവൈഎസ്പിക്ക് കൈമാറുകയായിരുന്നു ചെയ്തത്. ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. 5 വർഷം മുൻപാണ് ഉഷ ഗർഭാശയത്തിലെ മുഴ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയത്. ഇതിനുശേഷമാണ് ഉഷയ്ക്ക് ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായത്. പല ചികിത്സകളും പരിശോധനകൾ നടത്തിയെങ്കിലും യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഒടുവിൽ ബുധനാഴ്ച ആലപ്പുഴയിലെ യൂറോളജി വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തപ്പോഴാണ് വയറ്റിൽ കത്രിക ഉള്ളതായി കണ്ടെത്തിയത്. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി ഡോക്ടറെ കണ്ടു. വിവരം പുറത്തു പറയരുതെന്ന് ചില ഡോക്ടർമാർ പറഞ്ഞതായും ഉഷയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന നീളത്തിലുള്ള അറ്റം വളഞ്ഞ കത്രികയാണ്, അതായത് ആർട്ടറി ഫോർസെപ്സ് ആണ് ഉഷയുടെ വയറ്റിൽ ഉണ്ടായിരുന്നത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് നടപടിയെടുത്തു വരികയാണ്. ഉഷയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയ ഡോക്ടർ ഷാഹിദയെയും നഴ്സിംഗ് ഓഫീസർ PS ധന്യയെയും സസ്പെൻഡ് ചെയ്തു. ഡോക്ടർ ഷാഹിദ തിരുവനന്തപുരം SITയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഗൈനക്കോളജി വിഭാഗം മേധാവിയായിരുന്നു ഡോക്ടർ ലളിതാംബിക. വിരമിച്ചതിനാൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമല്ല. ഡോക്ടർ ലളിതാംബികയും നഴ്സും ചേർന്നാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് ആരോപിച്ച ഉഷയുടെ ഭർത്താവ് അമ്പലപ്പുഴ CIക്ക് പരാതി നൽകിയിരിക്കുകയുമാണ്. പുറത്തെടുത്ത ശസ്ത്രക്രിയ ഉപകരണം ഡോക്ടർമാർ കൈമാറിയെന്ന് അമ്പലപ്പുഴ DYSP വ്യക്തമാക്കി. ആർട്ടറി ഫോർസെപ്സ് എന്ന ഉപകരണമാണ് പുറത്തെടുത്തത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് ഉഷയുടെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയത്. 2021 ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ലളിതാംബിക കരുണാകരൻ മാത്രമാണ് കേസിലെ പ്രതി. ചികിത്സാ പിഴവ് ഉണ്ടായ തീയതി FIR രേഖപ്പെടുത്തിയതിൽ പോലീസിന് ഗുരുതര പിഴവും ഉണ്ടായിട്ടുണ്ട്. മനുഷ്യജീവനും വ്യക്തി സുരക്ഷിതത്വത്തിനും അപകടകരമായ വിധം പ്രവർത്തിച്ചു എന്നാണ് ഡോക്ടർ ലളിതാംബിക കരുണാകരനെതിരെയുള്ള FIR. ഉഷയുടെ ഭർത്താവ് ജോസഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾ മാത്രം പ്രതി ചേർത്തുള്ള FIR വരുന്നത്. പരാതിയിൽ ഡോക്ടറുടെ അസിസ്റ്റന്റായിരുന്ന ആൾക്കെതിരെയും ആരോപണമുണ്ടെങ്കിലും പ്രതി ചേർത്തിട്ടില്ല. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ J ആയിരുന്നു അസിസ്റ്റന്റ്. അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്നും അമ്പലപ്പുഴ DYSP വ്യക്തമാക്കി. FIRൽ സംഭവം നടന്ന തീയതി തെറ്റായി രേഖപ്പെടുത്തിയത് കോടതിയിൽ തിരിച്ചടിയായേക്കാമെന്നും നിലവിൽ പറയുന്നു. 2021 മെയ് 5 പകരം 2026 മെയ് 5 ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അത് കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായി തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും വീണ ജോർജിന്റെ അഹങ്കാരം, ഹുങ്ക അധികം നാൾ കേരള ജനത വാഴിക്കില്ല എന്ന് വ്യക്തമാവുകയാണ്.